Morning. ഓക്കെ. അപ്പോ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡി എന്ന് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് മാജിക്ടെ 1705 ദിവസമായിട്ടുണ്ട് ഇന്നേക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ദേവിക മാം ആണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പിംഗ് വിത്ത് ഗ്രീഫ് ആൻഡ് ലോസ് എന്നാണ്. അപ്പൊ ദേവിക മാമിനെ നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്ക് എല്ലാവർക്കും അറിയും തോന്നുന്നുണ്ട്. നമ്മുടെ സിന്ധു മാമിന്റെ മകളും കൂടെയാണ്. അപ്പോൾ ഈ നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടി, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ദേവിക മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദേവിക മാം, Good morning. ഗുഡ് മോർണിംഗ്. Magic morning. ഓക്കെ. അപ്പൊ തുടങ്ങാം അല്ലെ? ഓ ഓക്കെ മാം. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പിംഗ് വിത്ത് ലോസ് ആൻഡ് ഗ്രീഫ് എന്നുള്ളതാണ്. ലോസ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഗ്രീഫ് എന്നുള്ളത് അങ്ങനെ അധികാരം കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം ഗ്രീഫ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഗ്രീഫ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട എന്തെങ്കിലും നഷ്ടമാവുന്ന സമയത്ത് ആ നഷ്ടത്തിനോട്, ആ ലോസിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷണൽ സഫറിങ്ങിനെയാണ് നമ്മൾ ഗ്രീഫ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ സഫറിങ്സിനെ നമുക്ക് ഗ്രീഫ് എന്ന് പറയാം. ഈ ഗ്രീഫ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്ന പോലെയല്ല മറ്റൊരാൾക്ക് തോന്നുക. അതുപോലെ ഓരോ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭങ്ങൾക്കനുസരിച്ച്, ആളുകൾക്കനുസരിച്ച്, നഷ്ടം സംഭവിച്ച സാധനത്തിനനുസരിച്ചെല്ലാം ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാം. മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത് പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാം, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസിനെ ബാധിക്കാം, നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺസിനെ ബാധിക്കാം. അങ്ങനെ ഓൾ ഓവർ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചസ് വരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീഫ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ലോസ് എത്രത്തോളം വലുതാണോ, നമുക്ക് നഷ്ടപ്പെട്ടത് എത്രത്തോളം വലുതാണോ, അതിനനുസരിച്ച് നമ്മുടെ ഈ ഗ്രീഫിന്റെ ഇന്റൻസിറ്റിയും കൂടിക്കൂടി വരും. ആരുടെയെങ്കിലും അല്ലെങ്കിൽ എന്തിന്റെങ്കിലും നഷ്ടത്തിനോട്, നമുക്ക് സംഭവിക്കുന്ന ഒരു നഷ്ടത്തിനോട് കോപ്പ് ചെയ്യുക, ആ നഷ്ടത്തിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പെയിൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിട്ട് പറയുന്നത്. സോ ഈ ഗ്രീഫ് അല്ലെങ്കിൽ ഈ ലോസ്, ഈ ഗ്രീഫ് വരുന്ന ലോസസ്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീഫ് ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റ്സിന്റെ മരണം. ആൻഡ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു ഡിവോഴ്സ്, ആ ഒരു ഡിവോഴ്സിന്റെ സ്റ്റേജിലോട്ട് എത്തുക. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇമോഷണൽ സഫറിങ്സ് ഉണ്ടാവാറുണ്ട്. ആൻഡ് നമുക്കൊരു മിസ്കാരേജ് ഉണ്ടാവുകയാണ്, ഒരു അബോർഷൻ ഉണ്ടാവുകയാണ്. അബോർഷൻ സംഭവിക്കുന്ന സമയത്തും പലരും ഈ ഗ്രീഫ് സ്റ്റേജസിലൂടെ കടന്നു പോവാറുണ്ട്. പിന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടമാകുന്നു, നമ്മുടെ ജോബ് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോബിൽ നിന്ന് റിട്ടയർ ആവുന്നു, അത്ര കാലം ഉണ്ടായിരുന്ന ഒരു ജോബിൽ നിന്ന് റിട്ടയർ ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക്, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നു, നമ്മളൊരു വീട് വിറ്റു, നമ്മൾ അത്രയും കാലം താമസിച്ചിരുന്ന ഒരു വീട് വിറ്റു, നമ്മുടെ സ്വന്തം വീട് വിറ്റു, നമ്മളൊരു വാടക വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റി, നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി നഷ്ടമാകുന്നത്, ഇതെല്ലാം തന്നെ ഗ്രീഫിലോട്ട് നയിക്കാറുണ്ട്. എല്ലാ ആളുകൾക്കും ഇങ്ങനെ വലിയ വലിയ കാരണങ്ങൾ വേണമെന്നില്ല. ചില ആളുകൾക്ക് നമുക്ക് ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഗ്രീഫ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ്, പല കുട്ടികൾക്കും ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിന് വേണ്ടിയിട്ടൊക്കെ വീട് മാറി നിൽക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഗ്രീഫ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. സോ നമ്മുടെ നഷ്ടം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടമായിട്ട് തോന്നുന്ന, നമുക്കൊരു ലോസ് ആയിട്ട് തോന്നുന്ന എത്രമാത്രം ഇന്റൻസ് ആണെന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും അറിയാം അല്ലെ. അത് നമുക്ക് ഓരോരുത്തർക്കും അത് വ്യത്യാസമായിരിക്കും. ചിലപ്പോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച അതേ സങ്കടമായിരിക്കും വേറെ ചിലർക്ക് അവർ ഓമനിച്ച് വളർത്തുന്ന പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ മരിച്ചു കഴിഞ്ഞാല്. അല്ലെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വീട് വെക്കുന്ന അതേ ഫീൽ ആയിരിക്കും ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്രയും കാലം കളിച്ച് നടന്ന വീട്ടിൽ നിന്ന് പോകുമ്പോൾ. സോ ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും.
ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന ഓരോരുത്തർക്കും മാത്രമേ അറിയൂ. സോ നമുക്ക് അങ്ങനെ ഒരു ഗ്രീഫ് ഫീലിംഗ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, ഇത് ബാക്കി ആർക്കും തോന്നാത്തൊരു വിഷമാണല്ലോ, അല്ലെങ്കിൽ ആർക്കും തോന്നാത്തൊരു പെയിൻ ആണല്ലോ എന്നൊന്നും ആലോചിച്ച് നമ്മൾ ഒരിക്കലും ഒരു നാണക്കേട് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നാണക്കേട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നഷ്ടം എന്താണെന്നുള്ളത് നമുക്കാണ് അറിയാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു സങ്കടം, നമുക്ക് അങ്ങനെ ഒരു ഇമോഷണൽ സഫറിങ് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആ ഒരു ഇമോഷണൽ സഫറിങ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. പല ആളുകളും ഇത് എക്സ്പ്രസ് ചെയ്യാതെ, ആരോടും പറയാതെ, പല നഷ്ടങ്ങളും സംഭവിച്ചു കഴിയുമ്പോൾ ഇത് ഒറ്റയ്ക്ക് സഹിക്കാൻ ശ്രമിക്കും, ആരോടും ഷെയർ ചെയ്യാതിരിക്കും. ഇപ്പൊ ഒരു ജോബ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകുമ്പോ, ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് റെഡി ആകുമെന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും ഒരാളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാതെ അവര് അയ്യോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, എനിക്കിപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യമാണ് തൊഴിലില്ലാതാവണത്, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് മിണ്ടാതിരുന്ന് ഒരു ഭാഗത്തിരുന്ന് കരഞ്ഞ് പിന്നെ അത് സഹിക്കാൻ പറ്റാണ്ട് സൂയിസൈഡിലോട്ട് പോകുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രീഫ് സ്റ്റേജസിൽ ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ട് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ആ അക്സെപ്റ്റൻസ് സ്റ്റേജ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഇമോഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സീക്ക് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു അബ്നോർമാലിറ്റി എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് പോകുന്നത്. സോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ ഒരു ഗ്രീഫ് സ്റ്റേജിലൂടെ കടന്നു പോവാണെന്ന് വിചാരിക്കുക. ഒരിക്കലും അവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയരുത്, ഓ ഇതൊക്കെ നിസ്സാരല്ലേ, ഈ എന്തിനാ ഇതിനൊക്കെ കരഞ്ഞോണ്ടിരിക്കണേ, അങ്ങനെയല്ല പറയേണ്ടത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലുതായതുകൊണ്ടാണ് അവർ അതിൽ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കണേ. ഓക്കെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് സമയം കഴിയുന്തോറും ഇത് മാറി വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈവൻ നമുക്ക് സങ്കടം ഉണ്ടാവുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഈ ഗ്രീഫ് ഫീലിംഗ് ഉണ്ടാവുമ്പോ ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിനൊക്കെ ഇരുന്ന് കരയാൻ നിൽക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ആവരുത് നമ്മൾ അവരെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രീഫ് ഫീലിങ്ങിനെ കുറിച്ച് കുറച്ച് മിഥ്യാധാരണകളുണ്ട്. മിഥ്യാധാരണകൾ ആദ്യം പറയുന്നത്, ദ പെയിൻ വിൽ ഗോ എവേ ഫാസ്റ്റ് ഇഫ് യു ഇഗ്നോർ ഇറ്റ്. നമുക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു പെയിൻ വരുന്നു, ഒരു സങ്കടം വരുന്നു, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഇല്ല കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, പോട്ടെ പോട്ടെ, ഇതിനെ ഞാൻ ഇങ്ങനെ കരഞ്ഞിരിക്കണം, അങ്ങനെ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യാണ്. നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നില്ല, പെട്ടെന്ന് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറും, അത് പെട്ടെന്ന് മാറും എന്നാണ് നമുക്കുള്ള ഒരു മിഥ്യാധാരണ. പക്ഷെ നമ്മൾ നമ്മുടെ പെയിനിനെ, നമ്മുടെ ഇമോഷണൽ സഫറിങ്ങിനെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാതെ വെറുതെ അതിനെ ഇഗ്നോർ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് ചിലപ്പോൾ കാണുന്നവർക്കെല്ലാം നമ്മുടെ പെയിൻ മാറി നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുമായിരിക്കെങ്കിലും നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ അത് കിടക്കുക. കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ആ പെയിൻ കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത്, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത്, നമ്മുടെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആരെങ്കിലും, നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് പറയാതാ, നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാവുമ്പോ ഏറ്റവും ആദ്യം വന്ന് പറയാതാ, നീ എന്താ ഇങ്ങനെ ഇരിക്കണേ, നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഈ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഗ്രീഫിന്റെ സ്റ്റേജിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്ട്രോങ് ആയിട്ട് ഇരുന്നോളാൻ കഴിഞ്ഞോളണം എന്നില്ല. ആ ഒരു സ്റ്റേജിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവര് കരഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ അവര് വളരെ വളരെ ഉറക്കെ നിലവിളിച്ചു എന്ന് വരാം, ഇല്ലെങ്കിൽ ആരോടും മിണ്ടാണ്ടിരുന്നു എന്ന് വരാം, വളരെ വീക്കായി എന്ന് വരാം. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു ലോസ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഡൗൺ ആവുക എന്നുള്ളത്. സോ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാണ്. പിന്നെ വരുന്നതാണ്, നമുക്ക് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ ഒരു ഗ്രീഫ് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു 1 ഇയറിന്റെ ഉള്ളിൽ കഴിയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സ്ത്രീകളോട് ആൾക്കാർ വന്ന് പറയും, ഓ ഏറിപ്പോയ ഒരു വർഷം ഉണ്ടാവും ഈ സങ്കടമൊക്കെ. ഇല്ലെങ്കിൽ ഭാര്യ മരിച്ച ആണുങ്ങളെ പറ്റിയിട്ട് ആൾക്കാർ പറയണേണ്, ഓ ഏറിപ്പോയ ഒരു വർഷം ഉണ്ടാവും ഈ സങ്കടമൊക്കെ, അത് കഴിഞ്ഞാൽ അവൻ വേറെ കല്യാണം കഴിക്കും. പക്ഷെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഒന്നും ഈ ഗ്രീഫ് പാറ്റേണിന് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ഗ്രീഫ് എന്ന് പറയുന്ന ഫീലിങ്ങിനില്ല. ചില ആളുകൾക്ക് ആ ഒരു പെയിൻ ഹീൽ ആവാൻ ദിവസങ്ങൾ മതിയാവും, ചിലർക്ക് മണിക്കൂറുകൾ മതിയാവും,
ചിലർക്ക് അത് മാസങ്ങളാവാം, കൊല്ലങ്ങളാവാം, ചിലർക്ക് അത് പൂർണ്ണമായും മാറിയില്ല എന്നും വരാം. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഒന്നും ഈ ഒരു ഗ്രീഫിനില്ല. പിന്നെ മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ ലോസിനെ പൂർണ്ണമായും മറക്കുകയാണ്. നമ്മള് എന്തെങ്കിലും ലൈഫിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചതിന് ശേഷം പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും, ഉള്ള കാര്യം പറ്റ മറന്നു ട്ടോ. നമുക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കായി, നമ്മൾ വേറൊരു കല്യാണത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരു അഫെയറിലോട്ട് പോവുകയാണെങ്കിൽ ആൾക്കാർ എന്തൊക്കെയായിരുന്നു, ഇപ്പൊ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, അത് ഫുള്ള് മറന്ന്. പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും, നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് പോവൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണ് മൂവ് ഓൺ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് നമ്മൾ നമ്മുടെ ലൈഫിന് പുതിയൊരു മീനിങ് കണ്ടെത്താണ്. അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ആയി നിൽക്കാതെ നമ്മൾ പുതിയൊരു മീനിങ് കണ്ടെത്തുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ലോസിനെ അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മറക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇനിയിപ്പോ ഈ ഗ്രീവിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. എന്നാലും സ്റ്റേജസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാ വരിക. നമുക്കൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഡെനൈൽ സ്റ്റേജ് ആണ്. ആ സ്റ്റേജിൽ നമ്മൾ പറയും, അയ്യോ എന്തിനാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനത്തെ ഒരു തോട്ടാണ് നമുക്ക് വരിക. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഗ്രീഫ് എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ടൈം ഇല്ല, ടൈം ടേബിൾ ഇല്ല, ഒന്നുമില്ല. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ പെയിൻ അക്നോളജ് ചെയ്യുക. നമ്മൾ ആ പെയിൻ അല്ലെങ്കിൽ ആ ഒരു ലോസിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഈ ഒരു ഗ്രീഫിന് നമ്മുടെ ഇമോഷൻസിലും ഫിസിക്കൽ ഹെൽത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ള സാധനം നമ്മൾ മനസ്സിലാക്കുക. ഞാനിപ്പോ ഈ ഒരു സ്റ്റേജസിലൂടെയാണ് പോണത്. ആ ഒരു സ്റ്റേജ് കാരണം എനിക്ക് പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എനിക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീഫ് കൊണ്ടാണ്. ഇതൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മെല്ലെ മെല്ലെ ഫെയ്ഡ് ആയി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് യുണീക്ക് ആയിരിക്കും എന്നുള്ള മനസ്സിലാക്കുക. ബാക്കിയുള്ളവർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറെ അഭിപ്രായങ്ങൾ പറയാൻ വരും. പക്ഷെ അതൊന്നും കേട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. എന്റെ വിഷമം അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഗ്രീഫിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയുന്നതാണ്, എനിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ബാക്കിയുള്ളവർ പറയുന്നതായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. നമ്മുടെ ഇമോഷണൽ സഫറിങ്സ് കുറയുന്നതിനനുസരിച്ച് തന്നെ, ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന് നമ്മളൊന്ന് ഓക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ട്രൈ ചെയ്യണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ആളുകളായിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, ഓവർ ഫോൺ ഒന്നും അല്ല പറയുന്നത്, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് നേരെ സംസാരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ ഈ ഒരു ഗ്രീഫ് പീരീഡിൽ മാക്സിമം കുറയ്ക്കണം. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് തേർഡ് പാർട്ടീസ് ആണ് വരുന്നത്. നമ്മളിപ്പോ ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ നമുക്കത് പോപ്പപ്പ് ആയിട്ട് വരും. നമ്മൾ സെർച്ച് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളിപ്പോ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇതിനായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴായിരിക്കും പിന്നെ ഫുൾ റീല് വരികയും പോസ്റ്റ് വരികയും ഒക്കെ ഡിപ്രഷനെ കുറിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ ഓരോരോ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് എല്ലാതും വന്നുകൊണ്ടിരിക്കും. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയന്റെ എഫക്ട് എന്ന് പറയുന്നത് വീണ്ടും 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 കാണും തോറും നെഗറ്റീവ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗ്രീഫ് പാറ്റേണിലൂടെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അവരുടെ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം ബഫർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മള് ഡിപ്രഷനെയും ഗ്രീഫ് പാറ്റേണിനെയും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗ്രീഫ് പാറ്റേണിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് ഡിപ്രഷൻ. ആ ഡിപ്രഷനിൽ സ്റ്റക്ക് ഓൺ ആയി പോവാതിരിക്കാൻ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. സോ നമുക്ക് ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ഞാൻ പറഞ്ഞു ഡിനയലാണ്. ഡിനയലിൽ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ എനിക്ക് മാത്രം എന്തെങ്ങനെ സംഭവിക്കും, എനിക്കിങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അധികം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എനിക്ക് മാത്രം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിഷമം തന്നെ, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡിനയൽ സ്റ്റേജ് എന്ന് പറയാം.
രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആങ്കർ ആണ്. എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കണതെന്ന് തോന്നിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്ന് അടുത്തത് വരിക, എനിക്ക് മാത്രം എപ്പോഴും എന്താണ് എപ്പോഴും ദൈവം ഇങ്ങനെ എന്നുള്ള ഒരു ദേഷ്യം, ഒരു ആങ്കർ ലെവലിലോട്ട് അത് ഡെവലപ്പ് ആവും. പിന്നെ ബാർഗെയിനിങ് ആണ്. നമ്മൾ ദൈവത്തിനോടൊക്കെ നമ്മൾ പറയും, ഈശ്വര ഒരു ചാൻസ് കൂടി എനിക്ക് തരുമോ? അങ്ങനെ സംഭവിക്കാണ്ട് ഒരു ചാൻസ് കൂടി, അല്ലെങ്കിൽ ആ മരിച്ചുപോയ ആളെ എനിക്കൊന്ന് തിരിച്ചു തരും, അല്ലെങ്കിൽ എനിക്ക് ആ നഷ്ടപ്പെട്ട ജോലി ഒരു വട്ടം ഒന്ന് തിരിച്ചു തരുമോ, ഞാൻ എന്റെ മാക്സിമം കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊരു ബാർഗെയിനിങ് സ്റ്റേജിലോട്ട് പോകും. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷനിൽ നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല, എനിക്ക് വളരെ വിഷമാണ്, ഞാൻ വളരെ സാഡ് ആണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സ്റ്റേജാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഡിപ്രഷൻ. അതും കഴിഞ്ഞു വരുന്ന സ്റ്റേജാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ എനിക്കിത് നഷ്ടമായി, പക്ഷെ ഞാനിപ്പോ സമാധാനത്തിലാണ്, എനിക്കിതിനെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ, ആ നഷ്ടം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു അക്സെപ്റ്റൻസ് വരെയാണ് ഗ്രീഫിന്റെ സ്റ്റേജസ് വരുന്നത്. ഇൻ കേസ് ഈ അക്സെപ്റ്റൻസ് എന്നുള്ള സ്റ്റേജ് വന്നില്ലെങ്കിൽ, നമ്മൾ ഡിപ്രഷനിൽ സ്റ്റക്ക് ഓൺ ആയി പോവുകയാണെങ്കിലാണ് വീണ്ടും വളരെ 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 നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റിലോട്ട് അത് പോവുക. സോ നമ്മൾ ഡിപ്രഷനിൽ സ്റ്റക്ക് ഓൺ ആയി പോകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഗ്രീഫ് പാറ്റേൺ ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഇമോഷണൽ സിംറ്റംസും ഫിസിക്കൽ സിംറ്റംസും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. കാരണം രണ്ടും സാഡ്നെസ് എന്നുള്ളത്, ബേസിക്കലി സാഡ്നെസ് എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇമോഷണൽ സിംറ്റംസും ഫിസിക്കൽ സിംറ്റംസും ഏകദേശം സിമിലർ ആണ്. എങ്കിലും ഞാൻ പറയാം, നമുക്ക് ഈ ഒരു ഗ്രീഫ് പാറ്റേണിൽ ഫസ്റ്റ് വരുന്ന ഒരു ഇമോഷണൽ സിംറ്റം എന്ന് പറയുന്നത് ഒരു ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ് ആണ്. ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നഷ്ടം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നമുക്ക് സഡൻലി ഉണ്ടായ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഷോക്ക് ഫീലിംഗ് ആണ് ആദ്യം ഉണ്ടാവുക. പിന്നെ ഡിസ്ബിലീഫ്, നമുക്ക് അതിനെ വിശ്വസിക്കാൻ കഴിയില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് ആക്ച്വൽ നടന്ന സംഭവവും നമ്മളുടെ ഒരു റിയാലിറ്റി, ആ രണ്ടും തമ്മിൽ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വരും. പിന്നെ നോർമലി സാഡ്നെസ്, പിന്നെ നമുക്കൊരു ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് വരും. ഈ പറഞ്ഞ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറെ ഗിൽറ്റ് ഫീലിങ്സ് വരും. സോറി. പിന്നെ നമുക്ക് വരുന്നതാണ് ഒരു ഫിയർ. നമുക്ക് എന്ത് ലോസ് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അടുത്തതിലോട്ട് പോകാനും അങ്ങനെ എല്ലാത്തിനും ഒരു ഫിയർ ഫീലിംഗ് വരും. ഇല്ലെങ്കിൽ ഇപ്പോ നമുക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ ഇനി അടുത്തത് എന്ത് ചെയ്യും, ഞാൻ ഇതെങ്ങനെ ആളുകളോട് പറയും, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പാരന്റ്സ് ആരെങ്കിലും നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഇവരില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ വളരെ 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 ഫിയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോർമലി ആങ്കർ, ഈ ഒരു ദേഷ്യം എന്ന് പറയുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ വളരെ അധികമായിട്ട് തന്നെ ഒരു ഗ്രീഫ് പാറ്റേണിൽ കാണാറുണ്ട്. ഇനി ഫിസിക്കൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, ഫാറ്റീഗ്, ക്ഷീണം, അങ്ങനെ നോർമലി നമുക്ക് സങ്കടം വരുമ്പോൾ കാണുന്ന എല്ലാ ഫിസിക്കൽ സിംറ്റംസും ഗ്രീഫിന് കാണും. അതിന്റെ കൂടെ തന്നെ തന്നെയാണ്, ഒന്നില്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറയും, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കൂടും. നമ്മൾ ഈ 15 ദിവസമൊക്കെ പായലിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ ആളുകളെ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടാൽ നമുക്കറിയാം, നമ്മൾ ഒരാൾക്ക് തടി കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചോദിക്കുക എന്താ, എന്തോ സങ്കടം ഉണ്ടോ, എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നാണ് ചോദിക്കുക, അല്ലെ? വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്ന ആളുകളും ഉണ്ട്. ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട്, ഈ പായലിരിക്കുക എന്നൊക്കെ പറയും അല്ലെ, ഈ പായലിരിക്കുന്ന ആളുകൾ കുറച്ച് തടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഓ അവൾക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ, അവള് നല്ല പായലിരിക്കലും നല്ല കഴിക്കലുമാണ്, അതാണ് ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നത്. പക്ഷെ ഈ ഗ്രീഫ് പാറ്റേണിൽ വരുന്ന ഒരു ഫിസിക്കൽ സിംറ്റം തന്നെയാണ് ഈ വെയിറ്റ് ഗെയിനും. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. സോ തടി കൂടുന്നതും തടി കുറയുന്നതും എല്ലാം ഇതിന്റെ ഒരു ഫിസിക്കൽ സിംറ്റം ആയിട്ട് വരാറുണ്ട്. പിന്നെ ഭയങ്കര മസിൽ പെയിൻസ് ഉണ്ടാവും, ബോഡി പെയിൻസ് ഉണ്ടാകും, ഉറക്കത്തിന്റെ പ്രശ്നം, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി ഗ്രീഫിനെ നമുക്ക് അങ്ങനെ ഒരു അബ്നോർമൽ ഗ്രീഫ് അല്ലെങ്കിൽ നോർമൽ ഗ്രീഫ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് ഈ പറയും പോലെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു നോർമൽ ടൈം ഏതാ, അല്ലെങ്കിൽ ഒരു നോർമൽ പാറ്റേൺ ഏതാ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇതിനൊരു 3 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷണൽ സഫറിങ്ങിനെയാണ് ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും, നമ്മുടെ ലൗഡ് വൺസ് ആരെങ്കിലും വളരെ ഗുരുതരമായിട്ട് അസുഖങ്ങൾ ബാധിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത്
നമുക്ക് അതിനോട് ഉണ്ടാവുന്ന ആ ഒരു ഇമോഷണൽ സഫറിങ്, അയ്യോ ഇവര് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവരില്ലാത്തൊരു ലൈഫ് എന്തായിരിക്കും, അങ്ങനെയൊക്കെ തോന്നുന്ന ആ ഒരു ഇമോഷണൽ സഫറിങ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് എന്ന് പറയാം. ഈ ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് ആക്ച്വലി ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുറേ കാലം വയ്യാണ്ട് കിടന്നിട്ടൊക്കെ മരിച്ചു പോകുന്ന ആളുകളുടെ, അല്ലെങ്കിൽ കുറേ കാലം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആവുന്ന ആളുകൾക്കൊക്കെ പൊതുവെ ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സഫറിങ്സ് എന്ന് പറയുന്നത് കുറവായിട്ട് കാണാം. അതവർക്ക് ഇമോഷണൽ സഫറിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഓൾറെഡി അവർ ആ ഒരു ടൈം പീരീഡിൽ മൊത്തം ആ ഒരു ഇമോഷണൽ സഫറിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രീഫ്, ഒരു ആന്റിസിപ്പേറ്റിംഗ് ഗ്രീഫ് എന്നുള്ള സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലോസ് സംഭവിച്ചതിന് ശേഷം അവർക്ക് അത്രമാത്രം ഇന്റൻസ് ആയിട്ട് ആ പെയിൻ ഫീൽ ചെയ്യാത്തത്. ഇനി രണ്ടാമത് വരുന്നതാണ് ഡിസെൻഫ്രാഞ്ചൈസ്ഡ് ഗ്രീഫ് എന്ന് പറയും. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ആ ഒരു പെയിന് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, പക്ഷെ അയാൾ നമ്മുടെ ഫാമിലി അല്ല, നമ്മുടെ ഫ്രണ്ട് അല്ല, നമ്മുടെ ഒരു ഇപ്പൊ ഒരു പ്രൈവറ്റ് റിലേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാരെയും പോലെ കരയാൻ പറ്റില്ല. എല്ലാരെയും പോലെ പോയിട്ട് പബ്ലിക്കായിട്ട് അയാളൊന്ന് കെട്ടിപ്പിടിച്ചോ ഹഗ് ചെയ്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണല്ലേ സത്യം പറയുകയാണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഉണ്ടായ നഷ്ടം കൊണ്ട് നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും, പക്ഷെ ഇത് സൊസൈറ്റി എങ്ങനെ കാണുന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിൽ അനുഭവപ്പെടുന്ന ഒരു ഗ്രീഫിനെയാണ് നമ്മൾ ഈ ഡിസെൻഫ്രാഞ്ചൈസ്ഡ് ഗ്രീഫ് എന്ന് പറയാം. പിന്നെ വരുന്നതാണ് കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ്. കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്, ഒരുപാട് ടൈം കഴിഞ്ഞു പോയാലും ഈ ഒരു ലോസ് എന്ന് പറയുന്നത് ടോട്ടലി ഇല്ലാതാവുന്നില്ല, ഡിസപ്പിയർ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ് എന്ന് പറയാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ പെയിനെ, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് നമുക്ക് അതിനെ കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ് എന്ന് പറയാൻ പറ്റുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ ആ ഒരു സ്റ്റേജിൽ സ്റ്റക്ക് ഓൺ ആയി നിന്നു, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയണില്ല, ഇനി വേറൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് ലൈഫിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിലോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ലെവലിൽ നിൽക്കണ ആ ഒരു ഗ്രീഫിനെയാണ് കോംപ്ലിക്കേറ്റഡ് ഗ്രീഫ് എന്ന് പറയാം. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും, ഈ കോപ്പിംഗ് എങ്ങനെ വരുന്നു? ഗ്രീഫ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായിണ്ടാവും, ഗ്രീഫിന്റെ സ്റ്റേജസ് മനസ്സിലായിണ്ടാവും, എല്ലാം മനസ്സിലായിണ്ടാവും. ഇതിനോട് എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്തത്. ഈ കോപ്പപ്പ് ചെയ്യാന്നുള്ളതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രീഫ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞു, ഈ ലോസ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ ഞാനിതിൽ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്റെ സെൽഫിനെ ടേക്ക് കെയർ ചെയ്യണം, എന്റെ ചുറ്റുള്ള ആളുകളുടെ സെൽഫിനെയും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. ഒറ്റയ്ക്കിരിക്കുന്നത് കുറച്ച് നമ്മൾ കൂടുതൽ ടൈം ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലി പോലെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളായിട്ട് സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുന്നതും അതെല്ലാം ഒഴിവാക്കിയിട്ട് സോഷ്യൽ ആവുക. ആൻഡ് രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വിധിനെ പഴിച്ചുകൊണ്ടിരിക്കാതെ, എപ്പോഴും നമ്മൾ അയ്യോ എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പഴിച്ചുകൊണ്ടിരിക്കാതെ, നമ്മൾ പറയില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിനെന്ന്. പറയാൻ എളുപ്പമാണ്, ആ ഒരു സ്റ്റേജ് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ ഫെയ്ത്തിൽ കുറച്ചുകൂടി കംഫർട്ട് ഫീൽ കണ്ടെത്താൻ നമ്മൾ ട്രൈ ചെയ്യാം. ആൻഡ് ഒരു സപ്പോർട്ട് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ബി മാജിക് ഒക്കെ പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏതെങ്കിലും പോസിറ്റീവ് ഗ്രൂപ്പ്സിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തെറാപ്പിസ്റ്റുകൾ അവൈലബിൾ ആണ്. ഒരിക്കലും ഒരു മടി കാണിക്കാതെ ഒരു തെറാപ്പിസ്റ്റിനെ നമുക്ക് കാണാം. ആൻഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ യൂസേജ് മാക്സിമം കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. പിന്നെ നമ്മുടെ സെൽഫിനെ കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, നമുക്ക് എന്താണോ ഫീല് വരുന്നത് അത് നമ്മൾ ഫേസ് ചെയ്യുക. നമുക്ക് കരയാൻ തോന്നുന്നുണ്ടോ കരയുക, ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടോ ദേഷ്യപ്പെടുക. നമ്മുടെ ഒരു കംഫർട്ട് പ്ലേസ് ഉണ്ടാവില്ലേ, അതിലേക്ക് നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ മാക്സിമം നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, നമ്മുടെ ഫീലിങ്സിനെ ഫേസ് ചെയ്യുക. ഒരു
വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേയിലോട്ട് പോവാതെ നമ്മുടെ ഫീലിങ്സിനെ ടാഞ്ചിബിൾ ആയിട്ടുള്ള വേസിൽ ചിലപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ചു, അടുത്ത മൊമെന്റിൽ നമ്മൾ പറയാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ്, എനിക്കിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, എനിക്കിതിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെ. ഈ എന്തിനാ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണെന്നൊന്നും ആവില്ല ചോദിക്കാം. ചിലപ്പോ നമ്മൾ ഇത്രയും കരയുന്നത് എന്തിനായിരിക്കും, ആ കരയണ സമയത്ത് ആരെങ്കിലും നമ്മളെ ഒന്ന് തലോടണം എന്നുള്ളൊരു ഫീൽ കൊണ്ടായിരിക്കും. നമ്മൾ ചുമ്മാ കരഞ്ഞോണ്ടിരുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എന്താണോ നമ്മുടെ ഫീല് അത് അയാളോട് കൂടി എക്സ്പ്രസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ഹോബീസും ഇൻട്രസ്റ്റുകളും ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ അതുവരെ ചെയ്തു വന്നിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, ഹോബീസ് ഉണ്ടാവും. അതെല്ലാം കണ്ടിന്യൂ ചെയ്യാം. ചില ആളുകൾക്ക് പെയിന്റിങ് വളരെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പാട്ടുകൾ പാടുന്നത് വളരെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് എഴുതുന്നത് വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മുടെ ഹോബീസ് എന്താണോ, ഇൻട്രസ്റ്റ് എന്താണോ അതിലോട്ടൊക്കെ തിരിച്ചു പോയി അതിനെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ ട്രൈ ചെയ്യാം. ആൻഡ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടി വേറെ ആരെയും അനുവദിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രീഫ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ട് നമുക്കുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഗ്രീഫ് ഫീലിംഗ് എങ്ങനെയാണെന്നുള്ളത് അത് മറ്റൊരാൾ വന്നിട്ട് പറയാണ്, അയ്യോ ഈ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഈ അങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ ഇങ്ങനെ കരയാൻ പാടില്ല, അങ്ങനെ കരയണം, അങ്ങനെയൊന്നും പറയാൻ പുറത്തുനിന്ന് ഒരാളെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊരു സമാധാനിപ്പിക്കലാണ്, പക്ഷെ അതൊരു സമാധാനിപ്പിക്കലല്ല. അത് നമ്മുടെ ഇമോഷൻസിന്റെ ഇടയിൽ വരുത്തുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. നമുക്ക് അങ്ങനെ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതിന്റെ മേലെ നമ്മളൊരു മുഖം മൂടി എടുത്ത് ഇട്ട പോലെയാകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ആക്ച്വൽ ഫീലിങ്സ് പുറത്തു വരാൻ തുടങ്ങും. അതിൽ നിന്നൊരു ഹീലിംഗ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, അതിനൊക്കെ ഓവർകം ആവണം, നമ്മൾ ഹെൽത്തി ആവണം, വീണ്ടും ജീവിക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആ തോന്നൽ വരുത്തുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു ഗ്രീഫ് പാറ്റേണിലൂടെയാണ് പോണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻട്രസ്റ്റുകളും ഹോബികളും പുറത്തേക്ക് കൊണ്ടുവരിക, അതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സസൈസുകളും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുക എന്നുള്ളതും നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു ഗ്രീഫ് എന്നുള്ള ടോപ്പിക്കും കോപ്പിംഗ് വിത്ത് ഗ്രീഫും ഓൾമോസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കോ. ഓക്കെ ദേവിക മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഇതിന്ന് കിട്ടിയിരുന്നു. ഒരുപാട് പോയിന്റ്സ് ഓരോ സിറ്റുവേഷൻസും കമ്പയർ ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാം പറഞ്ഞതുകൊണ്ട് കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിനെക്കുറിച്ച് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പറയാനുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. അഖില മാം. ഓക്കെ, ഹലോ, അഖില മാം പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. ഞാന് ഇങ്ങനൊരു സംഭവം ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ സിറ്റുവേഷനെല്ലാം ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ഓവർകം ചെയ്തു എന്ന് ഒരു പരിധി വരെ പറയാം. എന്നാലും ഇപ്പൊ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ലാന്ന്. ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഇപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു 5 മിനിറ്റ് ആയാലും അപ്പോഴെനിക്ക് ആ ഓർമ്മകൾ വന്നിട്ട് കണ്ണു നിറഞ്ഞങ്ങ് ഒഴുകാറുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ഇരിക്കണ ഒരു നിമിഷം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. എനിക്കൊരു വിഷമം വന്നാൽ അത് എനിക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി അത് ഉൾക്കൊള്ളൂലായിരുന്നു. അങ്ങനെ ഒരു ആശ്വസിപ്പിക്കുന്ന അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും എനിക്കൊരു സങ്കടം വരുമ്പോഴത്തേക്ക് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മെനങ്ങാന്നുകൂടി എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ അത് നമ്മൾ എത്ര പറഞ്ഞാലും അതൊന്ന് റിക്കവർ ആവാൻ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എന്താ പറയാ, നമ്മൾ പരമാവധി ശ്രമിക്കാന്നുള്ളതേ ഉള്ളൂ. അല്ല അതിൽ നിന്ന് നമുക്ക് മറന്നുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒന്നും തീരുന്നില്ല. എല്ലാം അവിടെ നമ്മൾ ഒരു സെക്കൻഡ് ആലോചിക്കുമെങ്കിൽ അത് അവിടെ നിന്നെല്ലാം വീണ്ടും പഴയതെല്ലാം ഓർമ്മിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇത് എന്താ പറയാ, കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ അഖില മാം, താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സർ. ഹലോ, ഓക്കെ, പ്രീത മേഡാണ്.
ഓക്കെ ഗുഡ് മോർണിംഗ് ദേവിക. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ്. നമ്മുടെ അഖില മാം പറഞ്ഞ പോലെ ഈ ഒരു ക്ലാസ് ഇതിനു മുന്നേ കേട്ടിട്ടില്ല കേട്ടോ. മറ്റുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണോ, ഞാൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ, അതിന് പറ്റിയ ഒരു ക്ലാസ് എന്നാണ് ഞാനും ചിന്തിച്ചത്. കാരണം ഞാനും ഇതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തൊരു ഇതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള എന്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമുക്ക് ആശ്വസിപ്പിക്കാൻ ഒരുപാടുണ്ടാവും. അവരുടെ ആ ഒരു സ്റ്റേജ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ എന്റെ ഒരു കാര്യത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അതുപോലെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് കിട്ടേണ്ട ആ ഒരു കെയറിങ്, അതിപ്പോ കെയറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെയുള്ള ഒരു ബുദ്ധിമുട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ മാനസികമായിട്ട് നമ്മൾ തകർന്നിരിക്കുന്ന ആ ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നല്ലൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഭയങ്കര ആശ്വാസമാണ്. ദേവിക പറഞ്ഞ ആ ഒരു ക്ലാസ്സിനോട് ഞാൻ ഒരുപാട് യോജിക്കുന്നു. പക്ഷെ അതല്ലാതെ ആ ഒരു വ്യക്തിയെ ഇപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളതിനെ ആ ഒരു സമയത്ത് കുറ്റപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ഇവിടെ മോളായാലും ചേട്ടനായാലും ഇപ്പൊ മോനായാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും, ഇപ്പൊ സ്കൂളിലത്തെ കാര്യങ്ങളായാലും കോളേജിലത്തെ കാര്യങ്ങളായാലും, ചേട്ടന്റെ പേഴ്സണൽ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യും ഇതുപോലെ വന്നിട്ട്. പക്ഷെ അതിന് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാണ്ടാവും. പക്ഷെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ടെൻഷനായിരിക്കുന്ന സമയത്ത് ഇവരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഇവർക്കൊന്നും അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റില്ല. അവരെന്താ പറയുക വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ അവർക്കൊന്നും നമുക്ക് തിരിച്ചു പറയാനില്ല. സത്യം, ഞാനത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കും, അല്ല എന്താണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് കിട്ടാൻ ആരോട് പറയും? എന്നാൽ നമുക്കത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം നമ്മൾ എന്താന്ന് വെച്ചാൽ ദേവിക പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഫീലിങ്സ് ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദേവിക പറഞ്ഞ സമയത്ത് നമുക്ക് ചോദിക്കാനുണ്ട് ഇതില്. ഡൗട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കണം, അതായത് ആ ഒരു സമയത്ത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് മൊത്തം പെയിൻ ആയിരിക്കും. അതെന്താണെന്നുള്ളതൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്കൊന്നും ചോദിക്കല്ലേ, കറക്റ്റ് ആയിട്ട് ദേവിക പറഞ്ഞു തന്നു. പക്ഷെ നമ്മുടെ ഈ ബി മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ വിജയം. അപ്പോ വളരെ നല്ലൊരു ക്ലാസ് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഹലോ. ഓക്കെ, താങ്ക് യു ദേവിക. സിന്ധേച്ചിയുടെ ഞാൻ താങ്ക്സ് പറയണു. കാരണം ഞാൻ സിന്ധേച്ചിയോട് ഇങ്ങനെ ഒരു വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ 2 വർഷം ആവാറായി. ശരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചതാണ്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ കറക്റ്റ് ടൈമിൽ സിന്ധേച്ചിയാണ് എന്നെ ഈ ബി മാജിക്കിൽ കൊണ്ടുവന്നത്. അതെനിക്ക് ഒരുപാട് മാറ്റം വരുത്തി. ഇപ്പൊ ഈ ദേവിക പറഞ്ഞ പോലത്തെ ആ ഒരു ഇതിൽ ഞാനിപ്പോ എങ്ങനെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് നന്ദി. ആ സിന്ധേച്ചി ഒരുപാട് നന്ദി. എന്നെ സിന്ധേച്ചിയാണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നത്. പിന്നെ പോലത്തെ അഖില മാം, അഖില ഉണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷീജ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഷീല മാം, ബീന മാം, വിൻസെന്റ് സർ, അഖിലജ മാം, ഹേമ മാം, എല്ലാവരും ഉണ്ട്. അപ്പൊ അറിയില്ല ഒരാൾ കൂടി ഒന്ന് സംസാരിക്കാവോ? നമുക്ക് ടൈം കുറച്ചും കൂടെ ഉണ്ട്.
ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഓക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ. ആരെങ്കിലും സംസാരിച്ചിരുന്നോ? മാജിക് മോർണിംഗ്. സിന്ധു മാം. ഹായ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയില്ലേ? അതെ അതെ. എന്തായാലും ഷീജ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതുപോലത്തെ ഒരു ക്ലാസ് ആവശ്യമുള്ള ആൾക്കാർ ഇതില് ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. അപ്പോ എന്തായാലും ഇല്ല, ഞാൻ മോളോട് പറഞ്ഞു സമയമില്ല, എന്നാലും ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ഇതൊക്കെ റെഡി ആക്കിയത്. ഉറക്കം മുഴുവൻ കിട്ടിയിട്ടില്ല. രാവിലെ എണീറ്റപ്പോ തന്നെ പറഞ്ഞിട്ട് തലവേദനിക്കുന്നുണ്ട് അമ്മ, നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചേരം കിടന്നോ പറഞ്ഞു. എനിവേ എന്തായാലും നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് തരാൻ എന്റെ മോൾക്ക് സാധിച്ചതിന് ഞാൻ അവളോട് നന്ദി പറയണം, സർവേശ്വരനോട് നന്ദി പറയണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ സിന്ധു മാം, മാമിന്റെ കൂടി എഫേർട്ട്. ഹലോ ഹലോ ഗോപിക. പറഞ്ഞോളൂ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഇവിടെ വീട്ടിൽ സംസാരിക്കുമ്പോ ഇപ്പൊ ചേട്ടനായാലും മക്കളായാലും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അമ്മ ഭയങ്കര സ്ട്രോങ് അല്ലേ, അമ്മ അങ്ങനെ തകർന്നു പോയി എന്ത് ചെയ്യും? അതുപോലെ ചേട്ടനും പറയും, നീയല്ലേ ഞങ്ങൾക്ക് സ്ട്രോങ് ആയി നിൽക്കുന്ന ആള്, പിന്നെ നീ തകർന്നു പോയി എന്ത് ചെയ്യുന്നു? പക്ഷെ നമ്മളപ്പോ ആരോട് പറയും? അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നൊന്ന് മോചനം? നമുക്ക് അങ്ങനെയുള്ളൊരു ആശ്വസിപ്പിക്കലല്ല വേണ്ടത്. പക്ഷെ നമ്മള് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞു തരുമോ? പോയോ അപ്പോഴേക്കും? മോള് കരഞ്ഞിണ്ടാവൂലേ സിന്ധുച്ചി? അവളോട് പറയാം. എന്തായിരുന്നു കേട്ടില്ല. അല്ല, ഞാനിപ്പോ ഇതുപോലെ ഇമോഷണൽ ആവുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പുറത്ത് ആരോടും സംസാരിക്കാറില്ല, വീട്ടിൽ തന്നെ പറയാറ്. അപ്പൊ ഇവിടെ മോളോടായാലും എന്നോട് ഞാൻ ഷെയർ ചെയ്യും. ആ സമയത്ത് അവര് പറയുന്നത്, ചേട്ടൻ പറയും, നീ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളാണ്, നീ ഇങ്ങനെ തകർന്ന് എന്താ ചെയ്യാ? അതുപോലെ മക്കളും പറയും, അമ്മ അത്രയും സ്ട്രോങ് അല്ലേ, പിന്നെ എന്താ അമ്മ ഇങ്ങനെ തകർന്നു പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ബലം കിട്ടില്ല കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. നമുക്ക് അങ്ങനെ ആരടുത്തും പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആരടുത്ത് പറഞ്ഞിട്ടും കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നുള്ള സമയത്ത് നമുക്ക് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകാം എന്നുള്ളതൊരു ഓപ്ഷനാണ്. പക്ഷെ അത്രത്തോളം ഇന്റൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് നമ്മളത് റൈറ്റ് ഡൗൺ ചെയ്യുക. നമ്മളുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹീല് വരും. സോ നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ എഴുതുക, മാക്സിമം എഴുതുക. അത് ആരും കാണണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫീലിങ്സിനെ ഒരു പോസിറ്റീവ് വേയിലോട്ട് കൊണ്ടുവരിക. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അന്ന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്തും കുട്ടികളുടെ അടുത്തും നിങ്ങളുടെ അടുത്തും ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ല. നമുക്കും അവരിനിപ്പോ എന്ത് ചെയ്താലും ഞാനിത് പറഞ്ഞതുകൊണ്ടല്ലേ അവർ റിയാക്ട് ചെയ്യണേ എന്നുള്ള ഒരു തോന്നലേ നമുക്ക് വരും. സോ അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങൾ വരുന്നു പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എപ്പോഴും നമ്മുടെ കൂടെ വേണ്ട ആൾക്കാരാണ്. നമ്മൾ ആ ഒരു ഫീല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ്, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം ആ സമയത്ത് വീക്ക് ആയതുകൊണ്ടാണ്. ആ വീക്ക് ആവണ സമയത്ത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ആ സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നുള്ളത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവര് നമ്മൾ സ്ട്രോങ് ആണല്ലോ എന്നുള്ള ഒരു ബിലീഫിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതെ അതെ അതെ. പക്ഷെ അത് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇപ്പൊ ചെയ്യാറുണ്ട്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം മൈൻഡിലും വെക്കും. പിന്നെ ഇവർക്ക് അറിയാനിട്ടാണ് നമുക്കറിയാം. പക്ഷെ അത് മാറാൻ എന്തായാലും ഒരു 2 ദിവസമാണ്. ആ 2 ദിവസം ഭയങ്കര പെയിൻ ആണ്. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ സഫറിങ്ങിന് ഒരു പെർട്ടിക്കുലർ ടൈം ടേബിൾ ഇല്ല. ചേച്ചിക്ക് 2 ദിവസം നിൽക്കുന്ന കാര്യങ്ങള്
ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇത് നോർമൽ ആണ്, എന്റെ ഒരു ഗ്രീഫ് പാറ്റേൺ ആണ് എന്നുള്ളത് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്ക് ടു നോർമൽ വരും എന്നുള്ള ഒരു ബിലീഫ് നമ്മുടെ മൈൻഡിൽ ഉണ്ടല്ലോ, അത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോ പ്രീത മാം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ദേവിക മാം നല്ലൊരു സെക്ഷൻ ആയിരുന്നു കേട്ടാ. നല്ല സെക്ഷൻ. താങ്ക് അതായത് യു. നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഈ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അത് മാത്രമല്ല, ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ക്ലാസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒഴുക്കോടുകൂടി നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ദേവിക മാം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട്, കാരണം അത്രയ്ക്ക് ഇമോഷൻ എന്ന പോലെ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും സിറ്റുവേഷന് വേണ്ടിയിട്ട്. അപ്പൊ എനിവേ ഇതുപോലെ ടോപ്പിക് എടുത്ത് തന്നതിനും ഇനിയും ഇതുപോലെ നല്ലൊരു ടോപ്പിക്ക് വേണ്ടി മാമിന്റെ സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ടീം. അപ്പൊ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ. Thank you all. Thank you all. Have a nice day. താങ്ക് യു. താങ്ക് യു. Thank you all. Thank you all.